NSSന്റെ വിഷയം എന്ന് പറയുന്നത് ആർ ബാലകൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാം, അദ്ദേഹം 64 വർഷം 84 NSS താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മകനോടുള്ള കടമ എന്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാൻ ഞാൻ അത്രയും മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിക്കാം. പക്ഷെ ഞാൻ പറയുകയാണ്, എൻ്റെ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഇത്രയും കോടീശ്വരനായ ഒരു ആ മനുഷ്യൻ്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒന്നും ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അച്ഛൻ എന്നും അതൊരു ദുഃഖമായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞു, ഒരു ഇൻട്രോ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുപോലെ എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന ആൾക്കാരോട് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കുക. പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ ഇത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. കാരണം ഇത് സംബന്ധമായിട്ടുള്ള കുറച്ചും കൂടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ന്യൂസുകാർ 2-3 ദിവസം മുമ്പ് തന്നെ പല കേസ് കേട്ടവങ്ങൾ നൈസായിട്ട് അങ്ങ് മുക്കി. പിന്നെ അവർ മുക്കുമല്ലോ, ഭരണമറയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ന്യൂസുകാർ ഇത് നൈസായിട്ട് മുക്കും. ഓക്കെ, ഇന്നത്തെ ഒരു പോസ്റ്ററാട്ടോ, LDF സ്ഥാനാർത്ഥി നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ പോസ്റ്ററാണ് കേട്ടോ. ശനിയും ഞായറും 3 കളികൾ, 1 മണി, 4 മണി, 7 മണി. എൻ്റെ പൊന്നോ, ബംഗാളിയൊക്കെ ഏൽപ്പിക്കുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ ഏൽപ്പിക്കുമ്പോഴേ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പം NSSൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ. അണ്ണനെ നൈസായിട്ട് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് രാത്രി കൊണ്ടുള്ള തീരുമാനമാണ്. ഇവിടെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഇവിടെ 10 വർഷം കൊണ്ട് ഭരിക്കുന്നത് നിങ്ങളല്ലേ ഭരിക്കുന്നത്. കഷ്ടം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഗണേഷ് കുമാർ, താങ്കളുടെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളുണ്ട്, പെണ്ണുങ്ങളുടെ സംബന്ധമായിട്ടുള്ള കുറേ വിഷയങ്ങളും കാര്യങ്ങളുണ്ട്. അതും സ്വന്തം ഭാര്യ ഇടയ്ക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ വിളംബരം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ NSSൽ പെടുന്ന എന്താ പറയണ്ടേ, ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പം അവരുടെ കൂട്ടത്തിലുള്ള മെയിനായിട്ടുള്ള ആരുടെങ്കിലും ഭാര്യമാരുടെ വല്ല സംസാരിക്കാനോ പോയിട്ടുണ്ടോന്ന് ഇനി ആർക്കറിയാം. ഒരുപാട് ആൾക്കാർ ഈ വ്യക്തിക്ക് എതിർപ്പാണ്. നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. അതൊരു മിനിറ്റേ ഉള്ളൂ. അത് മാത്രമല്ല, പഴയ അച്ഛൻ്റെ വീഡിയോയും പെങ്ങളുടെ വീഡിയോയും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. ഈ നാട് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്, നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്ത്, ഒരു കുട്ടിക്ക് വയ്യാതെ വന്ന സമയത്താണെങ്കിൽ പോലും അതുപോലും ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ. പൈസ കണ്ട് വളർന്നതല്ലേ. ഓക്കെ, എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട, ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ, യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലുള്ള ആൾക്കാരോട് പരമാവധി ഇത് ഷെയർ ചെയ്യണം, പരമാവധി. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. NSSന്റെ വിഷയം എന്ന് പറയുന്നത് ആർ ബാലകൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാം, അദ്ദേഹം 64 വർഷം 84 NSS താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹമാണ് 14 NSS താലൂക്കിനെ കെട്ടിപ്പടുത്തത്. മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ ചുമതലയേൽപ്പിക്കുമ്പോൾ പുനലൂരിൽ ഒരു ചെറിയ മുറിയിൽ തറയിൽ പായിട്ടാണ് NSS താലൂക്കിനെ തുടർന്നത്. ഇന്ന് 14 NSS താലൂക്കിന് ആർ ബാലകൃഷ്ണപിള്ള നേതൃത്വത്തിൽ 64 വർഷം കൊണ്ട് 300 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ആസ്തി കൈക്കലാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് ഇത്. NSSനോട് എതിർപ്പില്ല. എനിക്കിപ്പോൾ ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമില്ല. ഞാനൊരു മതേതര വിശ്വാസിയായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് എല്ലാ സമുദായക്കാരും ഒരുപോലെ ഉള്ളൂ. NSS ഒരുപോലെ തന്നെ, മറ്റുള്ളവർ ഒരുപോലെ തന്നെ. ഞാൻ മതേതര വിശ്വാസിയായ രാഷ്ട്രീയ. അപ്പൊ NSS വോട്ട് ഇല്ലെങ്കിലും പുള്ളി പോലെ ജയിക്കുമെന്നാണ് പറയുന്നത്. പുള്ളിയുടെ പത്തനാപുരത്ത് NSS ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാനൊരു അപേക്ഷ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കുമോ? നിങ്ങൾ വോട്ടില്ലെങ്കിലും വിഷയമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ വോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് അങ്ങനൊന്നുമില്ല, ജാതി മതഭേദങ്ങളൊന്നും ഇല്ല. കാര്യത്തോടെ എടുക്കുമ്പോൾ എല്ലാം ഈ പരിപാടി ഇറക്കും. ജാതിയുടെ പേരും പറഞ്ഞിട്ട് വോട്ട് പിടിക്കും, അത് ചെയ്യും, മറ്റേതേയും മറിച്ച് ചെയ്യും. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്വന്തം തന്റെ ഇത്രമാത്രം സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരു മകനെ കാണാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഗണേഷ് കുമാറെ വഴക്കും കാര്യങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളും തെറിവിളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ നാട് നന്നാക്കാൻ നോക്കുമ്പോൾ വീടും കൂടെ നന്നാക്കാൻ നോക്കുക. ഓക്കെ, നമ്മളൊക്കെ അങ്ങനെ എന്തൊക്കെ വന്നെന്ന് പറയാലും വീട്ടിലെന്തെങ്കിലും കച്ചു വെച്ച് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി വിടാനേ നമ്മൾ നോക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ നാട്ടുകാരുടെ കാര്യത്തിലോട്ട് ഇടപെടത്തുള്ളൂ. പെങ്ങടെ മോൻ്റെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, ഞാൻ ഓടിച്ചിട്ടങ്ങ് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ ലാഗടിക്കും. ഒരു സാധാരണക്കാരനാണ്. പിന്നെ ഞാൻ കരയോഗത്തിൽ അംഗമാണ്. അവിടെ നിന്ന് NSSന്റെ താലൂക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞ വഴി വന്നല്ല, വോട്ടിട്ട് തിരഞ്ഞെടുത്താണ്. അപ്പൊ എന്നെ ഒരു ദിവസം രാവിലെ മാറ്റുമ്പോൾ അതിലെന്തെങ്കിലും ജനാധിപത്യ ധ്വംസനമുണ്ടോ എന്നുള്ള കാര്യം മറ്റുള്ളവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ വ്യക്തമായി കേൾക്കണം. എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങൾ ഈ സുകുമാരൻ നായർ സാർ അച്ഛന്റെ ഉപദേശങ്ങൾ കേൾക്കുന്ന ഒരു മകൻ, ആ അച്ഛൻ തന്നെ വെറുത്തു പോയതാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ട് ജനിപ്പിച്ചു പോയ ഒറ്റ ഒരു ഇതേ പുള്ളി ചെയ്തിട്ടുള്ളൂ. പുള്ളി തന്നെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനെ കുറിച്ചൊക്കെ വെച്ച് തരാം. പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മരിച്ചാൽ പോലും ആ ചിതയുടെ അടുത്ത് പോലും ഇതുപോലൊരു മകൻ വരരുത് എന്നാണ് ആ അച്ഛൻ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ മകനിൽ നിന്നുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. കഷ്ടം. NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന ഈ സുകുമാരൻ നായർ സാർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ എതിർക്കരുത്, അദ്ദേഹത്തിന് കൂടെ നിൽക്കണമെന്ന്. അത് എന്റെ അച്ഛനോട് ഞാൻ കൊടുത്ത വാക്കാണ്, അത് ഞാൻ പാലിക്കും. മാത്രമല്ല പാലിക്കണേ മോനെ, കഷ്ടം. ഇനി ഞാനത് സംസാരിക്കുന്നില്ല, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അച്ഛൻ പറയുന്നൊന്ന് കേട്ടിട്ടോ, അച്ഛന്റെ സംസാരവും. അപ്പൊ അതിന്റേതായ മനോഭാവം രാഷ്ട്രീയക്കാരോട് കാണിക്കും. അതായത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു MLA പറഞ്ഞല്ലോ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് 2001 കേരള. എന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ, അതെല്ലാം പത്രത്തിൽ വന്നല്ലോ, പുതിയ കാര്യമല്ലല്ലോ. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പത്രത്തിൽ ജീവിതം വന്നല്ലോ. പാർട്ടിയും പാർട്ടിയുടെ മന്ത്രിയും തമ്മിൽ തർക്കം വിട്ടാലും ഒരു അച്ഛനും മകനും തമ്മിൽ പൊതുമേഖലയിൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്ന ആശ്വാസമാണ്. അച്ഛനായി പോയതിനിപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ഇനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാമോ? പക്ഷെ അച്ഛൻ എന്നുള്ളതിനേക്കാൾ മകൻ എന്നുള്ളതിനേക്കാൾ എനിക്ക് ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ ഞാനാക്കിയ എന്റെ ലക്ഷക്കണക്കിനുള്ള പാർട്ടി അംഗങ്ങളോടും പ്രവർത്തകരോടുമാണ്. അത് കലക്കി. നമ്മളെ ആര് താഴ്ന്നു കിടക്കുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നോ അവരുടെ കൂടെ എന്ത് നന്ദി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വേണം ജീവിതകാലം മുഴുവനും. ഈ കാലത്ത് സ്വന്തമെന്നോ ബന്ധമെന്നോ പറഞ്ഞൊരു സംഭവം ഒന്നുമില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലം കഴിയുന്നവരെ ഉള്ളൂ ഈ ബന്ധം അതും ഇതുമൊക്കെ. പണ്ടത്തിലെ മോഹൻലാലിൻ്റെ സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരും സ്ഥിരം കളിക്കത്തില്ലേ, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. കൂടപ്പറപ്പിൽ നിന്ന് പോലും ഒരു സ്നേഹം കിട്ടുമെന്ന് പോലും തോന്നുന്നില്ല. പിന്നെയും ഇച്ചിരി കൂടെ സ്നേഹം കാണിക്കുന്നത് നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ എന്ത് തീയതരാണെങ്കിലും സ്വന്തം അമ്മ കൂടെ നിൽക്കും. ബാക്കി എല്ലാം കണക്കാം. ഉള്ള കാര്യം പറയാലോ. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒരാൾ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ടോ, ആ ഒരു നന്ദി എന്ന് പറയുന്ന ജീവിതത്തിൽ നമുക്കുണ്ടാവണം ആ ഒരു വ്യക്തിയോട്. എൻ്റെ ഒരു പോളിസിയാണ് കേട്ടോ. മകനോടുള്ള കടമയേക്കാൾ കൂടുതൽ എന്നെ ഞാനാക്കിയവരോടാണ് എനിക്ക് കടമ. മകനോടുള്ള കടമ എന്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി ചെയ്തിട്ടുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും. അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതിലേക്കൊന്നും സർക്കാരുകൾ വരുമ്പോൾ അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അതിപ്പോ എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. ആ സ്വത്തിന്റെ കാര്യം സംസാരിക്കുന്ന കേട്ടല്ലോ, മകനെല്ലാം കൊടുത്തു എന്നുള്ള രീതിയിലാണ്. ഇനി പെങ്ങളെ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചത്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും. അതിലേക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതിലേക്കൊന്നും സർക്കാരുകൾ വരുമ്പോൾ അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഇനിയും കണ്ടുമുട്ടുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അതിപ്പോ എനിക്ക് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് കണ്ടുമുട്ടണം ആഗ്രഹം. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നത്. ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിട്ടേക്ക് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതായി. അത്രമാത്രം അവരെ അവഗണിച്ചു ആ കാലഘട്ടത്തിൽ. ഏതായാലും ഇതിപ്പോ 2 തരത്തിൽ കൈകാര്യം ചെയ്യുന്നു. UDF കൈകാര്യം ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് വേണമെന്നാണ് ഞങ്ങൾ തീരുമാനിക്കും. എന്ത് വേണം ഏതായാലും ഞങ്ങൾ അറിയിക്കാനുള്ളത് അറിയിച്ചല്ലോ. അത് പ്രസിഡന്റ് വരും. UDF പുറത്താക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കയറ്റം എന്നുള്ള രീതിയിലൊക്കെ വന്ന് അതിന് ശേഷമാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്ക് നല്ലൊരു പണി കൊടുത്തത് സരിതയെ കൊണ്ട്. എന്നിട്ട് CBI വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പുള്ളിക്കാരൻ പറഞ്ഞത്? നല്ലത് മാത്രമാണ്, അയാളെ കൊണ്ട് ഒരു ദോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുള്ള രീതി ഗണേശ് വലിയ ഡയലോഗ് അടിപ്പിച്ചു. ഇപ്പുറത്ത് അവളെ കൊണ്ട് പണി കൊടുത്തിട്ടാണ് ഇവിടെ നല്ലവനായിട്ട് ഉണ്ണിയാൻ പറഞ്ഞത്. ഓക്കെ, ഇനി കുടുംബകാര്യത്തിലോട്ട് നമുക്ക് പോകാം. പ്രത്യേകിച്ച് പെങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്ക്. അത് വേദനിപ്പിച്ച, തുറന്നു പറയാതിരിക്കുന്ന കാര്യങ്ങളുണ്ട്. വേദനിപ്പിച്ച കാര്യങ്ങളുണ്ട്, വളരെയേറെ വേദനിപ്പിച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഈ അവസരത്തിൽ പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. പിന്നീട് ഒരിക്കൽ പറയാനോ? പിന്നീട് ഒരിക്കൽ പറയാം. അത്രയും മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിക്കാം. പക്ഷെ ഞാൻ പറയുകയാണ്, എൻ്റെ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഇത്രയും കോടീശ്വരനായ ഒരു ആ മനുഷ്യന്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒന്നും ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അച്ഛൻ എന്നും അതൊരു ദുഃഖമായിരുന്നു. ഇന്ന് ആ കുഞ്ഞിന്റെ കുറച്ച് ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ നീങ്ങുകയാണ്. ആ അവസ്ഥയിൽ നമ്മൾ നിവൃത്തികെട്ട് ചോദിച്ചു കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടി. കാരണം അമേരിക്കയിൽ നിന്നൊക്കെ ചില
അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കുക. അടിപൊളി. അന്തസ്. നല്ലവനായിട്ടുള്ള ഉണ്ണി നാട് മൊത്തം നന്നാക്കാൻ ഇറങ്ങുകയാണ്. നാട് മൊത്തം. വീട്ടിലെ അവസ്ഥ കണ്ടില്ലേ? കൂടപ്പറപ്പിൻ്റെയൊക്കെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? പിന്നെ എന്തിനാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ആൾക്കാർ ഓട്ടും പിടിച്ചു വെച്ച് അവിടുന്ന് കൈയിട്ട് വാരി തൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഓരോന്നോരോന്ന് താങ്കിട്ടി വലിയ രീതി കൊണ്ടുവരുന്നു. അതിന് അവിടെ ഒരാളൊരു പാർട്ടി വിശ്വസിച്ച് നിൽക്കുവാണെങ്കിൽ അപ്പുറത്തെ പാർട്ടിയിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ താൻ അങ്ങനെയല്ല ചെയ്തത്. ചതിയാണ് ചെയ്തത്. ചതിയെന്ന് പറയും. ചതിയൻ. ഈ വ്യക്തി അങ്ങനെ നമ്മൾ പറയാവുള്ളൂ. പറ്റും. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കുക. കൊടുക്കുന്നില്ല. അത് എനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു വേദനയാണ്. പാർട്ടിയോ ബന്ധങ്ങളോ കുടുംബമോ രാഷ്ട്രീയമോ എല്ലാം മാറ്റി വയ്ക്കാം. പക്ഷെ ഒരു കുഞ്ഞിൻ്റെ ഇപ്പം ശ്രീവിദ്യയുടെ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം മീഡിയയിൽ പല പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യും. ബാലകൃഷ്ണ പിള്ളയുടെ പേരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം മഹാനാണ്, വലിയ സംഭവമാണെന്നൊക്കെ ഒരു കഴിഞ്ഞ ദിവസം ഒരു പ്രസ് റിലീസ് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ഉറച്ചു, ഇത്രയും ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആള് ആ ബാലകൃഷ്ണ പിള്ളയുടെ സ്വന്തം കൊച്ചുമകന് വേണ്ടി കരുതിയ പൈസ പോലും കൊടുക്കാതെ തട്ടിപ്പറിച്ചു വെച്ചിരിക്കുന്നത് അതാണോ മനുഷ്യത്വം? അതാണോ ചാരിറ്റി? ആ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കാൻ പറയണ്ട എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് കണ്ടല്ലോ, നിങ്ങളെല്ലാം ലാളിച്ച് കൊഞ്ചിച്ച് നടക്കുന്ന നിങ്ങളുടെ ഗണേഷ് കുമാറിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ബസ്സിൻ്റെ ഒക്കെ കണ്ടല്ലോ. ബസ് അത് ഇത് മറ്റേത് നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ വന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കേൾക്ക്. സ്വന്തം അച്ഛൻ പറയുന്നു, ഓരോ വ്യക്തികൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കണ്ണി പൊടി ഇട്ടിട്ട് അവൻ ഇപ്പോഴും നല്ലവനായിട്ട് നടക്കുകയാണ്. ഇത് ഈ ദുഷ്ടനെ പന പോലെ വളർത്തുക എന്ന് പറയത്തില്ലേ, അതാണ് എൻ്റെ സംഭവം. എന്നിട്ട് ഇവറ്റകളൊക്കെ പൂജിക്കാൻ കുറേ ആൾക്കാരും. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇവറ്റകൾക്കൊന്ന് വോട്ട് കൊടുക്കാതിരിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഇതെല്ലാം പരമാവധി ഒന്ന് ഷെയർ ചെയ്യും. നിങ്ങൾ പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്തട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ അച്ഛൻ്റെ അല്ലേ ഇത് മുഴുവൻ. അത് എനിക്ക് അനുഭവിക്കാൻ ഒരു അവകാശമില്ല എന്ന് പറയുന്ന ഏത് ന്യായത്തെ? ഒരുപാട് പേഷ്യൻസിനെയൊക്കെ രക്ഷിക്കുന്നു എന്നല്ലേ പറഞ്ഞ്. സ്വന്തം രക്തത്തിലുള്ള ഒരു കുഞ്ഞ് സിവിയറായ വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ കുഞ്ഞിന് ഉള്ള സഹായം നിഷേധിക്കുന്ന ആൾക്ക് എന്ത് മനുഷ്യത്വം? പിന്നെ അതൊരു മനുഷ്യനാണോ? പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ? മറുപടി പറയട്ടെ. അവരിതൊന്നും കാണത്തില്ല. അവരുടെ പത്തനാപുരക്കാർക്ക് എന്താ പറയണ്ടേ? ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട് മണ്ടരാണോ എന്ന്. പിന്നെ ചിലപ്പോഴും ആലോചിക്കും, അവരെ കുറ്റപ്പറിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം അതുപോലെ കണ്ണി പൊടിയിടുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അല്ലാതെ എന്തോ പറയാനാ? മനസ്സിലാക്ക് ചെറുപ്പക്കാരെ, നിങ്ങളോടും കൂടെ മനസ്സിലാക്ക്. വളരെ നിർഭാഗ്യമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എൻ്റെ സഹോദരനുമായിട്ട് എനിക്ക് എതിർപ്പുള്ളൂ. കാരണം എനിക്ക് ഒരു സെന്റ് സ്ഥലമോ ഞങ്ങൾ അപേക്ഷിച്ചു, ഒരു സ്ഥലമോ ഒരു സ്വത്തോ ഒന്നും വേണ്ട, ഞങ്ങൾ കേസെല്ലാം പിൻവലിക്കാം, പക്ഷെ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണം. ചെയ്യില്ല എന്ന് തീർത്തു. ഒരു പൈസ പോലും തരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അവകാശമല്ല, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ റൈറ്റ്, എൻ്റെ അവകാശം. ഒരച്ഛൻ്റെ സ്വത്തിന് 3 മക്കളാണ് ഒരേ അവകാശികൾ അല്ലേ? വേറെ ആ 3 പേരിൽ എനിക്ക് മാത്രം, ബാക്കി 2 പേരും വിധിച്ചെടുത്തു. എനിക്ക് മാത്രം അത് നിഷേധിക്കപ്പെടുന്ന ഏത് ന്യായത്തിന്റെ പുറത്ത്? എന്തും സാധിച്ചെടുക്കാൻ പറ്റുന്ന കയ്യിൽ എന്താ പറയുന്നത് അധികാരവും എല്ലാം കൊണ്ട് സ്വാധീനം ഉണ്ടെങ്കിൽ എന്തും. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ശക്തിയുടെ മുമ്പിൽ ഒരിക്കലും ഇതിനെ ജയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും പണി കിട്ടും, ഉറപ്പാണ്. കൂടുതലൊന്നും പറയാനില്ല. അങ്ങനെ ഉള്ളിലെ വിഷമമാണ് ഇപ്പൊ പുറത്തു വന്നത്. സ്വാഭാവികമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചല്ല വന്നുപോയതാ. പക്ഷെ എന്തായാലും ഇതൊക്കെ മാറി വരുമെന്ന് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലേ? എന്നാൽ വന്നു, ഇല്ലെങ്കിൽ സഹിച്ചല്ലേ പറ്റൂ. ഓക്കെ, ഇനി അണ്ണന്റെ ഇന്നത്തെ ന്യൂസിന്റെ ബാക്കിയും കൂടെ ഞാനൊന്ന് വെക്കാം. സമയമില്ല. NSS എന്ന മഹാപ്രസ്ഥാനത്തെ എതിർക്കാൻ പാടില്ല എന്ന് എൻ്റെ അച്ഛൻ 2 ഉപദേശം. എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കൊണ്ടുപോകുന്ന അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അച്ഛൻ ഒരുപാട് തന്നിട്ടുണ്ട്. അച്ഛന് നിന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇതുപോലൊരു വഞ്ചകനായിട്ടുള്ള മകൻ എന്നാ അദ്ദേഹം പറയുന്നത്. അച്ഛന്റെ നിർദ്ദേശം ന്യൂനപക്ഷങ്ങളെയും മതേതര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും പട്ടികജാതിപട്ടികവർഗത്തിൽപ്പെട്ടവരെയും രക്ഷിക്കുന്ന നാടിന് പുരോഗതി ഉണ്ടാക്കുന്ന നടപടിയുമായി അഴിമതിയില്ലാതെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഴിമതിയില്ലാതെ കേരളം ഭരിച്ച് ഞങ്ങൾ കാണിച്ചു ഇടതുപക്ഷം വഴി. ഈ 13 പേര് രാജ്യം സമർപ്പിച്ചിരുന്നു. അവർ പറയുന്നത് ഏകാധിപതിയെ പോലെ ഏകാധിപതി ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഏകാധിപത്യം പല സ്ഥലത്തുണ്ടല്ലോ, അത് നമുക്ക് പറയാൻ പറ്റും. ഏകാധിപതിയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുത്ത ആളാണ് ഞാൻ. എന്നെ ഒരു സംഘാടകർ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഞാൻ നായരുടെ മാത്രം ആളല്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരാളല്ലേ. ഒരു കലാകാരൻ തന്നെയാണ് ഞാൻ നായരുടെ ആളാണ്.
ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ നായകൻ മാത്രമാണ്. അല്ല, ഞാനൊരു പൊതു സ്വത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകൻ. എന്നിൽ എല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യുന്നുണ്ടോ ഗണേഷ് കുമാർ താങ്കൾ? നന്മ ചെയ്തതായിട്ട് തുടക്കം ഒന്ന് കാണിക്കുക, പിന്നെ ഒടുക്കം മുതൽ കാലിയാക്കുന്ന പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എത്രയൊക്കെ നാട് നന്നാക്കാൻ ഇറങ്ങിയാലും സ്വന്തം വീട് വൃത്തിയാക്കാതെ നാട് നന്നായിട്ട് ഇറങ്ങിയിട്ട് വലിയ കാര്യമുണ്ടോ? ഓക്കെ, അവകാശമുണ്ട്. എല്ലാ സമുദായക്കാർക്കും അവകാശമുണ്ട്. എന്നെ പറയാനും എന്നെ നിയന്ത്രിക്കാനും വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. എന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചത് ഞാൻ സുകുമാരൻ നായർ സാറിന്റെ ആളായതുകൊണ്ട് പറഞ്ഞിട്ട്, അല്ല അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ വിരോധമാണ്. ഇപ്പം വെള്ളാപ്പള്ളിയും വിളിച്ച് കാണുമെന്ന് മനസ്സിലായി, സെറ്റിൽ ആവാൻ വേണ്ടി. രണ്ടുപേരുണ്ട് ഒരു വീട്ടിൽ നിന്ന്. അപ്പൊ ഉദ്ദേശം എന്താണ്? പിന്നെ അതുകൊണ്ട് നായർ സമുദായത്തെ സ്ഥാനം മാറി എന്ന് പറഞ്ഞ് എന്നെ ജനങ്ങൾ കൈവിടില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാ മതസ്ഥരുണ്ട്. പാവങ്ങളാണ് കൂടുതലും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ സ്നേഹമാണ്, എനിക്ക് അവരെ സ്നേഹമാണ്, എന്നെ വിശ്വാസമാണ്. ഇന്ന് പത്തനാപുരത്ത് കാണുന്ന കെട്ടിപ്പടുത്തിരിക്കുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. ഈ വോട്ടിനെ ഞാനൊരു ഏകാധിപതിയാണെന്ന് പത്തനാപുരത്തെ ജനങ്ങൾ പറയില്ല. ഈ വോട്ട് എന്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും വീട്ടിലൊരു കുഞ്ഞിന് ക്യാൻസറായി കിടക്കുന്ന സമയത്ത് ആ കൊച്ചിനെ പോലും ചികിത്സിക്കാതെ നാടുണ്ടാക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്, നാട്ടുകാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി. എന്നിട്ടിരുന്ന് വന്ന് കുറയ്ക്കുന്നത്. ഈ വെട്ടത്തെ പത്തനാപുരത്തെ ജനങ്ങൾക്ക് തെറ്റ് പറ്റത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് പത്തനാപുരക്കാരെ അറിഞ്ഞങ്ങ് പെരുമാറിയിക്കുക. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക.